ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ കുറേ നാളായില്ലേ, കുറേ നാളെ 2 ദിവസമായി കണ്ടിട്ട്. 2 ദിവസം എനിക്ക് വയ്യാത്തല്ല, എനിക്ക് നല്ല മടിയായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒക്കെ എന്തോ മടി പിടിച്ചിരിക്കുമായിരുന്നു. ഈ ഒരാഴ്ച ഫുൾ എനിക്ക് നല്ല മടിയായിരുന്നു, പഠിച്ചതൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണം. 2 ദിവസമായല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തിടണം, ഒരു കണ്ടന്റ് എനിക്ക് കിട്ടിയില്ല. കണ്ടന്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ ഇരുന്ന് തപ്പിയിട്ട് എനിക്ക് അങ്ങോട്ട് സെറ്റായില്ല. ലാസ്റ്റ് ഞാൻ തപ്പി വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ടേബിൾ കണ്ടത്. അത്ര നാളെ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് എൻ്റെ ടേബിളിൻ്റെ ശോചനീയ അവസ്ഥ മനസ്സിലായി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ടേബിൾ. ഇതൊക്കെ ആരെ ബുക്ക്? ഇതെൻ്റെ അനിയൻ്റെ ബുക്കാണ്. ഇത് കണ്ട അവന് ഇതൊക്കെ ഇവിടെ കൊണ്ടിടാനേ സമയമുള്ളൂ. അവൻ്റെ ബുക്കാണിത്. പിന്നെ അതൊക്കെ എൻ്റെ ബുക്ക്. ഇത് ന്യൂസ് പേപ്പർ ഞാൻ വായിക്കാറില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ നമുക്ക് പൊതിയണമല്ലോ, അതിന് വേണ്ടി വെച്ചിരിക്കണേണ്. അപ്പം ഇത് കണ്ട ഞാൻ ചെയ്തതിന് കൊള്ളാമോ? ഇത് എനിക്ക് വന്നിട്ട് നമ്മുടെ സ്കൂളിൽ ഫസ്റ്റ് ഡേ പോയപ്പം NSSൻ്റെ ഇതായിട്ട് നമുക്ക് കിട്ടിയതാണ്. കണ്ട കൊള്ളാമോ? അവർ നമുക്ക് തന്നെയാണ്. അതിനെ ഞാൻ പിടിച്ച് ചെവരിലൊട്ടിച്ചു. കൊള്ളാമോ? ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. എൻ്റെ ക്രിയേറ്റിവിറ്റി കണ്ട, എൻ്റെ ക്രിയേറ്റിവിറ്റി അളവുയർന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ടേബിൾ ക്ലീൻ ചെയ്യാം. ആദ്യം ഞാൻ ഈ ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, വെറുതെ എന്തിനാല്ലേ. ഓക്കെ, ഈ ന്യൂസ് പേപ്പറൊക്കെ നമ്മൾ എടുത്ത് മാറ്റുക. ഇത് പിന്നെ പണ്ട് വാങ്ങിച്ച കുടിക്കയാണ്. കുടിക്കകത്ത് ഞാൻ ഭയങ്കര ക്രിയേറ്റീവായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല സെറ്റാക്കി വെച്ച് പേനയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ വിചാരിച്ചിട്ടത് നടന്നില്ല. അപ്പോൾ പിന്നെ ഇത് നമുക്ക് പിന്നെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുത്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. ഇത് നമുക്ക് നല്ല കളർഫുള്ളാക്കാം. ഓക്കെ, ഇത് ആക്ച്വലി തീർന്ന പേനയാണ്. പക്ഷേ എനിക്ക് അങ്ങോട്ട് കളയാൻ മനസ്സ് വരണില്ല. എൻ്റെ നിഷ്കളങ്കമായ ഹൃദയം. ഓക്കെ, ഇനി അങ്ങോട്ട് കളയാൻ മനസ്സ് വരണില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നു. ഇത് തീർന്ന പേനയാണ്. പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, എങ്കിലും നമ്മൾ വെറുതെ ഇങ്ങനെ എടുത്ത് ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കും. നമ്മളങ്ങനെ അതെടുത്ത് മാറ്റി. പിന്നെ ഇനി എൻ്റെ ബുക്കും അതായത് ഇത് എൻ്റെ അനിയൻ്റെ ബുക്കാണ്. അവൻ്റെ ബുക്കും എൻ്റെ ബുക്കും സെപ്പറേറ്റ് ചെയ്യണം. അവൻ്റെ ബുക്ക് എന്നിട്ടാണ് തിരിച്ച് കൊടുത്തു വിടണം. ഇവിടെ കൊണ്ട് ഇട്ടേക്കാണ്. ഇങ്ങനെ അവന് അടുക്കി വയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടേക്കും. അപ്പോൾ ഇനിയിപ്പം എൻ്റെ ബുക്കും അവൻ്റെ ബുക്ക് സെപ്പറേറ്റ് ചെയ്യണം. പിന്നെ ഇത് ആക്ച്വലി ഞാൻ മീഷോയിൽ നിന്ന് മീഷോയിൽ നിന്നാണെന്ന് തോന്നുന്നത്. ഇതിൽ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ സ്വന്തം അലാറം ഇപ്പോൾ ഇത് ഓടണില്ല ഗൈസ്. ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറ? ഇപ്പോൾ ഓടണില്ല. ഇതിൻ്റെ വർക്കിംഗ് നിർത്തി ഇതിൻ്റെ പണി. അപ്പം ഞാൻ കരുതി ഇതിനെ എവിടെയെങ്കിലുമൊക്കെ എടുത്തിടാൻ എനിക്ക് തോന്നുന്നില്ല. നല്ല ഭംഗിയില്ലേ? അപ്പം ഞാൻ ഒരു ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ വെച്ചേക്കും. ഇനി മുന്നേ എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ ഓടാത്ത അലാറം? ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇത് ഓടണില്ല. 6 മണിയിൽ ഞാൻ സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കണേന്. പിന്നെ ബാക്കി ഇതൊക്കെ എന്തിൻ്റെയൊക്കെയോ ബില്ലും കാര്യങ്ങളും പണയം വെച്ചേണ്ടാണ്. എന്തിൻ്റെയൊക്കെയോ ബില്ലാണ്. ഇനി ഇത് മാറ്റണം. അങ്ങനെ കുറേ ഇത് അടുക്കിയിട്ടപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലാതെ അടുക്കണ വീഡിയോ കാണിക്കാൻ എനിക്കിപ്പം നിർവാഹമില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ലേ വീഡിയോ എടുക്കണം. ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടെ അടുക്കി പറക്കി വയ്ക്കാമെന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോകും. അപ്പം ഞാൻ അടുക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ബൈ ഗായ്സ്. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു ടേബിള് അത്യാവശ്യം ബുക്കൊക്കെ അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചത്, ഇത് എൻ്റെ സ്കൂളിലത്തെ അസൈൻമെൻറ്റാണ്. സ്കൂളിൽ എനിക്കന്ന് അസൈൻമെൻറ്റ് മലാല യൂസഫ്സായെ പറ്റി. അപ്പം അങ്ങനെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 3 പേജോളം ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇരുന്ന് എഴുതി, അത് വേറെ കാര്യം, മടിയായിട്ടും എഴുതി. പിന്നെ എനിക്ക് നമ്മുടെ ടേബിളിൽ മറ്റേ വാൾപേപ്പർ ഉണ്ടല്ലോ, വെള്ള, അത് ഒട്ടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരും ഓൺ ദ വേ. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് അതൊക്കെ ഒട്ടിച്ച് സെറ്റാക്കാം. പിന്നെ ഞാൻ വേറൊരാളെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗൈസ് ഇത് കണ്ട, ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള ഫോട്ടോ, എൻ്റെ 10ൽ പഠിക്കുമ്പോൾ ഉള്ള ഫോട്ടോ. ഇപ്പം ഞാൻ +1 വേറെ കാര്യം. ഇതിൽ കണ്ട നടുക്ക് നിൽക്കണതാണ് ഞാൻ. ഇതാണ് ഞാൻ. കണ്ടോ, ലിപ്സ്റ്റിക്കൊക്കെ വാരിയിട്ട് നിൽക്കുന്ന കണ്ടോ? ഇതെൻ്റെ ഫ്രണ്ടാണ്, ഇതിൻ്റെ കൂട്ടുകാരി അതുല്യ. ഓക്കെ, അതിൽ ടീച്ചേഴ്സിനൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. കൊള്ളാമോ ഈ ബോർഡ്? യൂണിക്കോണിൻ്റെ ബോർഡ്. അപ്പോൾ ഗായ്സ് നമ്മുടെ ടേബിളൊക്കെ വൃത്തിയാക്കി അത്യാവശ്യം ഞാൻ ബുക്കൊക്കെ അടുക്കി വെച്ചു. എനിക്ക് നാളെ 7:30 തൊട്ട് 1:30 വരെ, 7:30 8 മണി തൊട്ട് 1:30 വരെ ട്യൂഷനുണ്ട്. അപ്പോൾ അതിന് പഠിക്കണം. അപ്പം ഇത് കഴിഞ്ഞിട്ട് അത് പഠിക്കും. എന്നിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഗ്രൂപ്പ് ഫോട്ടോ, അതിലുള്ള ആൾക്കാരെയും സാറന്മാരെയൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബൈ. സീ യു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്.